ടീസറിന്റെ ഫസ്റ്റ് ഷോട്ടിൽ കാണിക്കുന്നത് ഒരു കെട്ടിടമാണ്. ആ ഒരു കെട്ടിടം ഒരു ഒഴിഞ്ഞ കെട്ടിടമാണ്. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ആ കെട്ടിടം നിൽക്കുന്നത്. അവിടെ മുകളിൽ തന്നെ ഒരു മൂണിനെ നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് ഷോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. അവിടേക്ക് ഒരു ഡെഡ് ബോഡി വലിച്ചുകൊണ്ടിരുന്ന നസ്ലിനെ നമുക്ക് കാണാം. ശേഷം ആ ഡെഡ് ബോഡി നിലത്ത് കിടത്തിയിട്ട് നസ്ലിൻ മുകളിലേക്ക് നോക്കുന്നുണ്ട്. മുകളിൽ എന്തോ ഉണ്ട്. അത് കാണുന്നത് രണ്ട് കാലിന്റെ നേരുകൾ മാത്രമാണ് ടീസറിൽ നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അവൻ അത്ഭുതത്തോടെയാണ് അതിലേക്ക് നോക്കുന്നത്. അവൻ്റെ മുഖത്തൊരു സാഡ്നെസ് ഒന്നുമില്ല, ശരിക്കും അത്ഭുതം മാത്രമാണ് അവൻ്റെ മുഖത്തുണ്ടാവുന്നത്. അപ്പോൾ അവൻ എന്തോ ഇതുവരെ കാണാത്ത സംഭവമാണ് അവിടെ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഷോട്ടിൽ കാണിക്കുന്നത് ഒരു ചർച്ചാണ്. കണ്ടിട്ടൊരു പഴയ ചർച്ച് പോലെയാണ് തോന്നുന്നത്. ആ ചർച്ചിൽ കുറച്ച് ലൈറ്റുകൾ തൂക്കിയിട്ടുണ്ട്. അവിടെ ഒരു പെയിൻറ്റിങ് വെച്ചിട്ടുണ്ട്. അതായത് ആ ചർച്ചിൻ്റെ പഴയകാല ചരിത്രം വല്ലതും ആയിരിക്കാം ആ പെയിൻറ്റിങ്, അല്ലെങ്കിൽ ആ ചർച്ചുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും പെയിൻറ്റിങ് ആയിരിക്കാം. അടുത്ത ഷോട്ടിൽ ഒരു ഗുഹയിലൂടെ നടന്നു പോകുന്നൊരു സ്ത്രീയാണ് കാണിക്കുന്നത്. അത് മേ ബി കല്യാണി ആവാം. എന്തായാലും ഇത്രയും കണ്ടതിൽ വെച്ചിട്ട് നസ്ലിനെ കാണിച്ചപ്പോൾ നസ്ലിൻ ഇട്ടിരുന്നത് ഒരു മോഡേൺ കാലഘട്ടത്തിലെ ഡ്രസ്സും ഈ സ്ത്രീ ഇട്ടിരിക്കുന്നത് കുറച്ചൊരു ട്രൈബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലെ ഡ്രസ്സുമാണ്. ഇത് വെച്ച് നോക്കിയാൽ മേ ബി ഒരു പാരലൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്ന കഥകളായിട്ടാണ് ഈ ഒരു പടം തോന്നുന്നത്. അടുത്ത ഷോട്ടിൽ കല്യാണിയെ കാണിക്കുന്നുണ്ട്. മുഖം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒട്ടും സന്തോഷവതിയല്ല, ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവിടെ ഇരിക്കുന്നതായിട്ട് കാണാം. അതൊരു ഫോട്ടോഷൂട്ടാണെന്ന് അടുത്ത ഷോട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കല്യാണി ആരെ നിർബന്ധിച്ച് ഏതോ ഫോട്ടോഷൂട്ടിന് കൊണ്ടുപോയിട്ടുണ്ട്. കല്യാണിയെ കാണുമ്പോൾ തന്നെ അറിയാം അതൊരു മോഡേൺ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നേരത്തെ കണ്ടത് കല്യാണിയാണ് അല്ലയോ എന്നൊരു ഡൗട്ട് നമുക്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത ഷോട്ട് നോക്കുകയാണെങ്കിൽ ഒരു പോലീസുകാരൻ്റെ ഷോട്ടാണ്. അയാൾ കല്യാണെ ചൂണ്ടിയിട്ട് പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു നീല ലൈറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും അതൊരു പോലീസ് സ്റ്റേഷനല്ല. കല്യാണി എന്തോ ആവശ്യത്തിന് പോയപ്പോൾ അവിടെ വെച്ച് പോലീസുകാരൻ കണ്ടുമുട്ടി അവളോട് പേര് തിരക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഷോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യ ഷോട്ടിൽ കണ്ടൊരു മൂൺ കാണാൻ സാധിക്കും. ആ മൂണിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നതും കാണാം. ഈ ടീസറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷോട്ടായിട്ട് തോന്നുന്നത് ഈ ഒരു ഷോട്ടാണ്. കാരണം ഒരു പെൺകുട്ടി ഒരു ഗുഹയിൽ ഒരു തീയുമായിട്ട് നടക്കുന്നുണ്ട്. ആ ഗുഹയുടെ ചുവരുകളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ഷോട്ടിലാണെങ്കിൽ അവൾ മുകളിലേക്ക് നടന്നു കയറുമ്പോൾ അവിടെ ഒരു സ്റ്റാച്യു കാണാം. ആ സ്റ്റാച്യുവിനെ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് തലയില്ലാത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ലോക ചാപ്റ്റർ 1 എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇവർ ഇറക്കിയപ്പോൾ ആ പോസ്റ്ററിൽ കണ്ട സെയിം ഔട്ട്ഫിറ്റ് ഇട്ട ഒരു രൂപമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ തല ആരോ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ തല അതിനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഷോട്ട് നോക്കുകയാണെങ്കിൽ ആ സ്റ്റാച്യു വരുന്ന സ്ഥലത്ത് നിന്ന് കുറേ വവ്വാലുകൾ പുറത്തേക്ക് പറക്കുന്നത് കാണാം. ആ പെൺകുട്ടി ഇത് കണ്ട് ഓടുന്നതും കാണാം. അവളുടെ കൂടെ ഒരു പട്ടി ഉള്ളതായിട്ട് കാണാം. ഈ ഒരു ഷോട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു പെൺകുട്ടി തന്നെയാണോ ഫ്യൂച്ചറിലുള്ള കല്യാണി. ഈ ഒരു ഗുഹയിലേക്ക് പോയപ്പോൾ ഇവർക്ക് സൂപ്പർ പവേഴ്സ് കിട്ടിയതാണോ എന്നറിയില്ല. മോഡേൺ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കല്യാണി ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചതിന് ശേഷം ഈ ഗുഹയിലേക്ക് കയറിയതിന് ശേഷം അവൾക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള കഴിവ് കിട്ടിയതാണോ, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണോ എന്നും നമുക്ക് ഈ ഒരു ഷോട്ട് വെച്ച് ഇവിടെ വെച്ച് കുറേ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അടുത്തൊരു ഷോട്ടിൽ ഒരു തീ പിടിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഒരു മാസ്ക് വെച്ച ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റീരിയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഹോസ്പിറ്റലായിട്ടാണ് തോന്നുന്നത്. ഈ സെയിം സീനിൽ തന്നെ കല്യാണിയും അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാം. ആള് കല്യാണിയുടെ പുറകെ എന്തിനു വേണ്ടി നടക്കുന്നതായിട്ടാണ് ഈ ഒരു ഷോട്ട് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത ഷോട്ട് നോക്കി കഴിഞ്ഞാൽ കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരാളെ കാണാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് തീ കാണാൻ സാധിക്കും. സൂക്ഷിച്ച് നോക്കിയാൽ ഇതൊരു പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമായിട്ട് തോന്നും. അടുത്ത ഷോട്ടാണെങ്കിൽ ഈ ടീസറിൽ കല്യാണി ചിരിച്ച് പ്ലസൻ്റായിട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരു ഷോട്ട് ഈ ഒരു ഷോട്ടാണ്. കൂടെ ഇരിക്കുന്നത് നസ്ലിനാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇവൾക്ക് എന്തൊക്കെയോ കോൺഫ്ലിക്റ്റ് ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ് ആണ് നമ്മളെ കാണിക്കുന്നത്. അടുത്ത ഷോട്ടിൽ കല്യാണിയുടെ സൂപ്പർ പവേഴ്സ് വെച്ച് ആകാശത്തിൽ പറന്ന് നിൽക്കുകയും അവളുടെ ബാക്ക്ഗ്രൗണ്ടിൽ മൂണുള്ളതായിട്ട് കാണാം. ഈ ടീസർ തുടങ്ങുമ്പോൾ മുതൽ മൂണൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമായിട്ടാണ് ഈ ടീസറിലെല്ലാം കാണിച്ചിട്ടുള്ളത്. മേ ബി അവൾക്ക് സൂപ്പർ പവർ കിട്ടിയത് മൂണിൽ നിന്നും ആകാം. അടുത്തൊരു ഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ കല്യാണി ആ ഹോസ്പിറ്റലിൽ ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ മുഖം മൂടി വെച്ച ആളുമായിട്ട് ഒരു ഫൈറ്റ് നടത്തുന്നത് കാണാം. മേ ബി ഇവർ ഫൈറ്റ് നടത്തിയതിന് ശേഷമായിരിക്കാം ആ ഹോസ്പിറ്റലിൽ ബ്ലാസ്റ്റ് ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന് ശേഷം ഇവർ കണ്ടുമുട്ടുന്നതായിരിക്കാം. എന്തായാലും അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അത് ഒരു പ്രോബ്ലത്തിലേക്ക് ഒന്ന് കലാശിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അടുത്ത ഷോട്ടിൽ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒരാൾ ചെയറിലിരിക്കുകയാണ്, മറ്റൊരാൾ ഫോൺ ചെയ്യുന്നുണ്ട്. മേ ബി ഇവിടെ ആയിരിക്കും നമ്മുടെ ദുൽഖറിൻ്റെ ഒരു ക്യാമിയോ വരുന്നതായിട്ട് തോന്നുന്നത്. അറിയില്ല എങ്ങനെയായിരിക്കും. ഇതും കല്യാണിയെ പിടിക്കാൻ അല്ലെങ്കിൽ സൂപ്പർ പവർ ഉള്ള ഒരു വുമണിനെ പിടിക്കാൻ നടക്കുന്ന ഒരു ടീമായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് വെച്ച് തോന്നുന്നത്. അടുത്തൊരു ഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ തോക്ക് എയിം ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. അയാൾ എയിം ചെയ്യുന്നത് കല്യാണി അവതരിപ്പിക്കുന്ന ചന്ദ്ര എന്ന ക്യാരക്ടറിനെയാണ്. ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാ ആദ്യത്തെ ഷോട്ടിൽ നമ്മൾ കണ്ട ആ പോലീസുകാരൻ തന്നെയാണ് ഈ തോക്ക് ചൂണ്ടിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കല്യാണി തൻ്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് അവിടെ നിന്ന് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
കുറേ ആളുകൾ കല്യാണിക്ക് പുറകെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എന്തിൻ്റെ പേരിലോ ഒന്നെങ്കിൽ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലോ അല്ലെങ്കിൽ പാരലൽ യൂണിവേഴ്സിലോ വെച്ച് എവിടെയോ വെച്ച് കല്യാണമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായ കുറച്ച് ആളുകൾ അവൾക്ക് പുറകെ വരുന്നതായിട്ടാണ് നമുക്ക് ഈ സീനൊക്കെ വെച്ച് തോന്നുന്നത്. അടുത്തൊരു ഷോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പോലീസുകാരനെ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഷോട്ടിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. അയാളെ ഒരു വെള്ളത്തിൻ്റെ ഒരു റിഫ്ലക്ഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയാളുടെ കൈ ഒടിഞ്ഞായിട്ട് നമുക്ക് കാണാം. അതായത് തൊട്ട് മുമ്പത്തെ ഫൈറ്റിൽ വെച്ച് അയാളുടെ കൈക്ക് എന്തോ സംഭവിച്ചതായിട്ടാണ് തോന്നുന്നത്. അടുത്തൊരു ഷോട്ടിൽ നസ്ലിൻ ഓടുന്നതായിട്ട് കാണാം. ബാക്കിൽ തീ പിടിച്ചതും കാണാം. നസ്ലിൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ ഇത് ഫസ്റ്റ് ഷോട്ടിൽ നസ്ലിനെ കാണിച്ചപ്പോൾ അവൻ അത്ഭുതത്തോടെ മുകളിലേക്ക് നോക്കിയിരുന്ന അതേ ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സീനിന് ശേഷമോ ഇതിനു മുമ്പോ ആയിരിക്കാം ആ ഒരു സീൻ സംഭവിച്ചിട്ടുണ്ടാകുക. അടുത്തൊരു ഷോട്ടിൽ കുറേ പോലീസുകാർ ഒരു കഫേയുടെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. ഈ കഫേയുടെയും ആ ബാക്ക്ഗ്രൗണ്ടും ആ പോലീസുകാരുടെ യൂണിഫോമും അവരുടെ വണ്ടിയിൽ എഴുതിയിരിക്കുന്നതും ആ ലൈറ്റിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും കേരളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. നമ്മുടെ ലാംഗ്വേജ് അല്ല ഇവിടെ എവിടെയും കാണുന്നത്. ഇംഗ്ലീഷും ഉറുദു, തെലുങ്ക്, കന്നഡ പോലുള്ള ഏതോ ലാംഗ്വേജ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കേരളത്തിലല്ല ഈ ഒരു കഥ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഈ ടീസർ കണ്ട് ഇതിൽ ഡീകോഡ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ചന്ദ്ര എന്ന പെൺകുട്ടി അവൾക്ക് ബോധം നഷ്ടമാകുന്നു, അല്ലെങ്കിൽ അവളുടെ ഓർമ്മകൾ നഷ്ടമാകുന്നു. ശേഷം ഒരു കോൺഫ്ലിക്റ്റിലൂടെ അവളുടെ ഓർമ്മകൾ തിരിച്ചിട്ടുന്നു. അവളൊരു സൂപ്പർ വുമൺ ആയിരുന്നു, ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു എന്ന് അവൾ തിരിച്ചറിയുന്നു. ശേഷം തന്നെ തിരക്കി വരുന്നവരെ എന്തിനാണ് അവളെ തിരക്കി വരുന്നതെന്ന് അവൾ മനസ്സിലാക്കുന്നു. അവൾ ഒരു ട്രൈബൽ വാരിയർ ആയിരിക്കാം. ചിലപ്പോൾ ട്രൈബൽസിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഈ രണ്ട് കഥകളും പാരലായിട്ട് നടക്കുന്ന രണ്ട് സ്റ്റോറീസ് ആവും. അല്ലെങ്കിൽ ആ ഗുഹയിൽ നിന്നും ടൈം ട്രാവൽ ചെയ്ത് വന്ന ഒരു ആളായിരിക്കാം ചന്ദ്ര എന്ന് പറയുന്ന സ്ത്രീ. മേ ബി ഇനി ബാക്കിയുള്ളതൊക്കെ സിനിമ വരുമ്പോൾ നമുക്ക് വഴി അറിയാം. എന്തായാലും ഓണം റിലീസാണ്. നിങ്ങൾക്ക് ഈ ടീസർ കണ്ടപ്പോൾ എന്താണ് തോന്നിയത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓണത്തിന് നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടിട്ട് നമ്മൾ പറഞ്ഞേക്കാം സത്യമാണോ അതോ ഇതൊന്നും അല്ല മറ്റൊരു ലോകം തന്നെയാണ് ചന്ദ്ര സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ടീസർ ഡീകോഡിങ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ പൾപ്പ് ഫിക്ഷനിസ്റ്റ്. I love cinemas.